മറ്റേ ചാനലിൽ കാണുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ്. ഇതാണ് സ്വർഗം. ചലിക്കുന്ന ഒരു ഭവനമാണ്. പാല് മേടിച്ച് കുടിക്കും. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് വർഷങ്ങൾക്ക് മുൻപ് ഡൂനാസ് ദി യെസോയിലേക്കുള്ള യാത്രയിലാണ്. സമയം ഏകദേശം 9 മണി ആവാറായിരിക്കും. ഡ്രൈവേഴ്സ് അടുകളൊക്കെ എണീറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഡ്രൈവിംഗ് തുടങ്ങിയിരിക്കുന്നു. ഇവിടുന്ന് ഒരു 615 കിലോമീറ്റർ ഉണ്ട്. സോ ഞങ്ങളൊരു വൈകിട്ട് ഒരു 4 മണി 5 മണിയോട് പിടിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, ഞങ്ങളുടെ കൂടെ യാത്രയിൽ അമൃത, ഓബിൻ, എന്റെ ഭർത്താവ്. ചലിക്കുന്ന ഒരു ഭവനമാണ്. നമ്മള് ചക്കാത്തക്കസിൽ നിന്നാട്ടോ നമ്മള് ദുനാസ് ദേശത്തോട്ട് പോകുന്നത്. സോ പോകുന്ന വഴി ഫുള്ള് നിങ്ങൾക്ക് കാണാം മരുഭൂമിയാണ്. വേറെ ഒരു യൂട്ടിലിറ്റി സ്റ്റോഴ്സോ ഓക്സോയോ ഒന്നുമില്ല. മെക്സിക്കോയിൽ എവിടെ നോക്കിയാലും നമുക്കൊരു അടുപ്പിച്ചടുപ്പിച്ച് ഓക്സൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഏരിയയിൽ ഞങ്ങളൊന്നും കണ്ടില്ല. ഇത് കൈൻഡ് ഓഫ് കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. കാരണം ചിലയിടത്ത് റോഡുകൾ ഉണ്ടായിരുന്നില്ല, ചിലയിടത്ത് ആക്സിഡൻറ്റ്സ് ആയിരുന്നു, അവൻ ചിലയിടത്ത് ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു. പിന്നെ ചക്കാത്തക്കാസിനോട് ഇത് നമ്മളിപ്പോൾ ബൈ പറയണു. എന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നത് കൊയാവില എന്ന് പറഞ്ഞൊരു കൊയില എന്നാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിലോട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. 615 കിലോമീറ്റർ ഇവിടെ കാണിക്കാൻ പറ്റില്ലാത്ത കാരണം വളരെ ചെറിയ ഷോർട്സ് മാത്രമേ റോഡ് ട്രിപ്പിൽ നിങ്ങൾ കാണിക്കുള്ളൂ. ഓൾമോസ്റ്റ് എൻ്റെ ഡേ നമ്മൾ കാറിനകത്തായിരുന്നു. ദെൻ ഇടയ്ക്ക് നമ്മളൊരു ലഞ്ച് ബ്രേക്ക് എടുത്തു. പിന്നെ നമ്മൾ ഒന്ന് പെട്രോൾ അടിക്കാൻ ഈ സ്ഥലത്തിറങ്ങി. ഈ പെട്രോൾ പമ്പും കരടിക്കുട്ടിൻ്റെയും ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് തിരിച്ചു കയറിയതാണ്. പിന്നെ ഈ ട്രിപ്പ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എങ്ങോട്ട് നോക്കിയാലും മലകളും താഴ്വാരങ്ങളും മാത്രം കണ്ടൊരു ട്രിപ്പായിരുന്നു. ഇടയ്ക്കൊന്ന് ഇറങ്ങി ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹൈവേ എത്ര സേഫ് ആണെന്ന് തോന്നാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്നും ഇറങ്ങിയില്ല. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പിടിക്കാനായിരുന്നു. ഓൾമോസ്റ്റ് 9 hours ജേർണി ആയിരുന്നു. 615 kilometers നമ്മൾ കവർ ചെയ്തത്. പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് നമ്മൾ കണ്ടതാണ്. ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടൊരു ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല സ്ട്രെയിറ്റ് റോഡായിരുന്നു. ഒരു വളവും തിരിവും ഒന്നും ഇല്ലാതെ ഒരു 90 kilometers നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നണത് ഇത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് പോയതാണ്. അതായിരിക്കും റീസൺ. നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ താമസിക്കാൻ പോകണം. നോക്കിക്കോ, നോക്കുന്നില്ലേ? ഒരു കാര്യമില്ല. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ സ്റ്റേ. ദുനാസ് ദി യെസോ. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഓറഞ്ചൊക്കെ കിട്ടും. കൈ എത്തുന്ന ദൂരത്ത് തന്നെ നല്ല ഇസ്തറ്റിക് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഡുനാസ് ദി യെസോ എന്ന് പറയുന്ന ഡെസേർട്ടിലേക്കാണ്. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഞങ്ങൾ മിൽക്കി വേ കാണും. മിൽക്കി വേ കാണുന്നതിന് വേണ്ടി കുറച്ചധികം കാശ് കൊടുത്തിട്ടുണ്ട്. മിൽക്കി വേ കണ്ടില്ലെങ്കിൽ ഞാൻ രാത്രി കുറച്ച് പാല് മേടിച്ച് കുടിക്കും. അതാണ് മിൽക്കി വേ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കും. മതി. നമ്മൾ ഒരു ടൈമും വേസ്റ്റ് ചെയ്തില്ല. നമ്മളുടെ ടിക്കറ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ആക്ച്വലി നമ്മൾ അവിടെ എത്തിയപ്പോൾ 4:30 5:30 ആകുമ്പോഴത്തേക്ക് എൻട്രൻസ് അടയ്ക്കും. സോ എല്ലാം ചടപടയെ നടക്കണം. അതിനായിട്ട് ടിക്കറ്റ് ഇപ്പോൾ വരും. ടിക്കറ്റ് ഓൺ ദ വേ ആണ്. ഓക്കെ, ഞങ്ങളപ്പോൾ ടാഗൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് അറൗണ്ട് 120 pesos per person ആണ്. ഇപ്പം നമുക്കിത് 5 PM വരെയാണ് ഇവിടെ ഇപ്പോൾ ജനറൽ പബ്ലിക്കിനുള്ള ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ പാസ് എടുക്കണം. ഓക്കെ, ഇവിടെ നമ്മുടെ പാസ് വെരിഫൈ ചെയ്യാൻ ചേട്ടൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വരും. പാവം പട്ടി കിടന്നു. അപ്പോൾ അവളെന്തൊരു മണ്ടിയാ. നമുക്ക് ഈ ലൊക്കേഷൻ ഇട്ടരാതെ ഏതൊക്കെയാണ് എടുക്കുന്നത്? ലൊക്കേഷൻ ഇട്ടുന്നത് ഇങ്ങോട്ട് വരാനല്ലേ? കണ്ടവരെ പരികഷ്ടം പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ റിയാലിറ്റി.
മറ്റേ ചാനലിൽ കാണുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ്. ഇവിടെ എല്ലാം റോയാണ്. മഞ്ഞ് പെയ്യുന്ന എനിക്കൊന്നും കാണാനില്ല, എങ്ങോട്ട് പോകേണ്ടത് പോലും എനിക്കറിയില്ല. ഇതാണ് സ്വർഗം. പൊടി sunset time. Same. ഓക്കെ, നമ്മളിപ്പോ പ്രത്യേകത ഒരു മണലുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇത് ജിപ്സം സൾഫർ കണ്ടന്റ് കൂടുതലുള്ള മണലാണ്. ഇപ്പൊ നമ്മള് ബീച്ചിൽ പോകുന്ന പോലുള്ള ലൈക്ക് അതിനേക്കാളും ഭയങ്കര വൈറ്റ് കളറിലാണ് കാണുന്നത്. ആക്ച്വലി ഇതിന് എക്സ്ഫോളിയേറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് കാരണം നമ്മൾ സാധാരണ കെമിക്കൽ പീലിംഗ് ചെയ്യുന്നതിന് പകരം ഈ സാൻഡിൽ കൂടെ കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ കാലിലെ സ്കിൻ ടോണൊക്കെ വളരെ നല്ല രീതിയിലാകും. ആദ്യം നമ്മള് 4 പേരും കൂടെ ഒരു ഫോട്ടോ എടുക്കും. ഒരു ഫോട്ടോ എടുത്തു പോവാൻ പറയാനുള്ളതാ. പോവാൻ പറയാൻ പറ്റില്ല. നമ്മൾ ടാഗ് കാണിച്ചു കൊടുക്കുന്നു. നിന്നോളം പറയും. അമിഗോസ്, ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ദുനാസ് ദേസോയിലെ ഹോട്ടൽ 1800 ഹസീൻഡോസ് എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. അവർക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി എൻട്രി ഉള്ള ഡെസേർട്ടാണ് ദുനാസ് ദേസോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒരു ഡിന്നർ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിന്നർ ആസ്വദിച്ച ആ കൂട്ടത്തിൽ മിൽക്കി വേ കണ്ട് തിരിച്ചു പോവാം. ഇതാണ് അവരുടെ വൗച്ചർ. നമുക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത കാരണം ആദ്യം നമ്മൾ കിട്ടിയ ഹോസ്റ്റല് ബുക്ക് ചെയ്തു. അവിടുത്തെ റൂം വെച്ച് ഇത് കാണാൻ വരാൻ പറ്റുമെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ അത് നടന്നില്ല. അത് കാരണം നമ്മുടെ ഹോട്ടലിലുള്ള ഒരു ചേച്ചി പുള്ളിക്കാരി ഒരുവിധം മറ്റേ 1800 പോയിട്ട് സൂത്രത്തിൽ പാസ് ഒപ്പിച്ച് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ആ പാസും കൊണ്ടാണ് നമ്മൾ ദുനാസ് ദേസോ കാണാൻ വന്നത്. നമ്മുടെ ബോബി കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ദുനാസ് ദേസോ ശരിക്കും ഒരു സ്വർഗം കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെ പോകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈറ്റ് സാൻഡ്സ് റിഫ്ലക്ഷൻ കാരണം നമ്മുടെ കണ്ണടിച്ച് പോകും. അത് കാരണം ഇവിടെ പോകുമ്പോൾ സൺഗ്ലാസ് എടുക്കണം, സൺസ്ക്രീൻ തൂക്കണം, അങ്ങനെ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതൊന്നും ഇല്ലാണ്ടാണ് പോയത്. ഈവനിങ് ആയത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. മെക്സിക്കോയിലെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടി കേട്ടോ നമ്മുടെ ദുനാസ് ദേസോ. ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഒരു ഫോണ ഫ്ലോറ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പണ്ട്
അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് വർഷങ്ങൾക്ക് മുൻപ് ഇത് മൗണ്ടെയിൻസ് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ളൊരു സമുദ്രമായിരുന്നു. അതും അതിൻ്റെ അടിയിലുള്ള ഡെപ്പോസിറ്റ്സ് സൾഫർ കണ്ടൻസ് ചേർന്നായിരുന്നു. സോ കുറച്ച് നാളുകൾക്ക് ശേഷം സൾഫർ അല്ല, നമ്മുടെ സമുദ്രം വറ്റി ഇവാപറേറ്റ് ആയിട്ട് പോയി ബാക്കിയുള്ള സൾഫർ കണ്ടന്റ് ജിപ്സമായിട്ട് ഫോമേഷൻ ആയിട്ട് അതൊരു ഡെസേർട്ടായിട്ട് ഫോം ചെയ്തു. സോ ലോകത്ത് എവിടെ നമുക്ക് ഇതുപോലത്തെ ഡെസേർട്ട് കാണാൻ പറ്റില്ല. ഓക്ഷിക്കോൾ വന്നിട്ട് ഇത്രയും നാൾ ചുറ്റിക്കിറങ്ങിയിൽ സൾഫർ കൊണ്ട് മായാജാലം തീർത്ത് ദുനാസ് ദി എസ് ഒ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ലൊക്കേഷൻ ആണ്. ഇനി നമ്മുടെ കാത്തിരിപ്പ് മിൽക്കി വേ കാണാനായിട്ടാണ്. ഇങ്ങോട്ട് പെട്ടിയെടുത്ത് പോരുന്നതിന് മുന്നേ നമ്മുടെ ബോവിന് ഒത്തിരി സ്റ്റണ്ണിങ് ഫോട്ടോസ് കാണിച്ച് നമ്മൾ കൊതിപ്പിച്ചായിരുന്നു മിൽക്കി വേ കാണാന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം സത്യമാണോ ഇല്ലയെന്ന് ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ജിപ്സം സോൾട്ടിൻ്റെ തണുപ്പും ഡെസേർട്ടിൻ്റെ തണുപ്പും കടിച്ച് കണ്ടോ. അവർക്കൊക്കെ ഇവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് ആകാശത്തെ നക്ഷത്രങ്ങളും മിൽക്കി വേ ഒക്കെ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. സംഭവം നമ്മൾ കണ്ടു കേട്ടോ. മിൽക്കി വേ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മനസ്സും നിറയെ നമ്മൾ നക്ഷത്രങ്ങളെയും മിൽക്കി വേനൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ നമ്മുടെ ക്യാമറ കൊണ്ട് കറക്റ്റായിട്ട് ഞങ്ങൾക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. നല്ല രസമായിരുന്നു, ട്രിപ്പ് അടിപൊളിയായിരുന്നു. അവിടെ കണ്ട നക്ഷത്രങ്ങളെയും ദുനാസ് ദി എസ് ഒനെ ഞാനൊരിക്കലും മറക്കത്തില്ല. ഈ വീഡിയോയിൽ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രിപ്പ് ആൻഡ് ഹു ആർ കമ്മിങ് ടു മെക്സിക്കോ യു ഷുഡ് വിസിറ്റ് ദുനാസ് ദി എസ് ഒ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ വ്ളോഗ് തീർന്നു. പ്ലീസ് ഡു സപ്പോർട്ട് us. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളൂ. അപ്പോൾ ബൈ ബൈ.